അവശ്യ സാധനവില വർധനവിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് കവാടത്തിലായിരുന്നു സമരം. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരത്തിൽ നിരവധി പേർ അണിനിരന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക, അനധികൃത കച്ചവടത്തിനെതിരെ നടപടി സ്വീകരിക്കുക, ലൈസൻസ് പുതുക്കൽ പ്രക്രിയ ലഘൂകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി സമരം ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്ന് ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ ഇടക്കാല സമ്മേളനത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആവശ്യം ഉന്നയിക്കുമെന്നും വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ഈ കാര്യത്തിൽ വേണ്ടത്ര ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. വ്യാപാരികളുടെ നിവേദനവും ഭാരവാഹികൾ എംപിക്ക് സമർപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി AK.N. പണിക്കർ, KK ഫിലിപ്പ് കുട്ടി, റോയി ജോർജ്, RC നായർ, വേണുഗോപാലൻ നായർ, ഷാഹുൻ ഹമീദ്, TC അൻസാരി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.